എൻട്രി എലവേറ്റ് കൊമേഴ്സിലെ SAP കോഴ്സിൽ ജോയിൻ ചെയ്ത് 3 മാസം ഡ്യൂറേഷനുള്ള നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയ ഒരു സ്റ്റുഡൻ്റാണ് നമ്മോടൊപ്പം ഉള്ളത്, അനില ആൻ്റണി. വെൽക്കം ടു എൻട്രി. ഏത് മൊഡ്യൂളായിരുന്നു പഠിച്ചത്? ഞാൻ സാപ്പ് ഫിക്കോ ആയിരുന്നു പഠിച്ചത്. ഞാൻ MCOM കഴിഞ്ഞു. അവസാനം ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സാപ്പിനെ പറ്റി സെർച്ച് ചെയ്തു, ഒരു കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് എൻട്രി നോക്കുന്നത്. ഓൺലൈൻ ആയപ്പോൾ ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പ്രൊസീഡ് ചെയ്തു. എൻ്റെ ഫാക്കൽറ്റി അഷ്ഫാഖ് സാർ ആയിരുന്നു. ഓൺലൈൻ ആയിരുന്നപ്പം കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്ത് ടൈപ്പ് ഡൗട്ട്സ് ആയിരുന്നു? കാരണം ഓൺലൈനിൽ ഒരു സോഫ്റ്റ്വെയർ കോഴ്സ് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. നേരിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗട്ട്സ് ചോദിക്കാം, അത് നേരിട്ട് ക്ലിയർ ചെയ്യാം. ഓൺലൈൻ ആകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും, ഫാക്കൽറ്റീസായിട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ഓൺലൈൻ ആണെന്നുള്ള ഒരു ഫീലേ ഉണ്ടായില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് ഇരുന്നായിരുന്നു പ്രാക്ടിക്കലൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഒത്തിരി ഡൗട്ട്സ് വരും, എറേഴ്സ് വരും. അപ്പോൾ ഫാക്കൽറ്റി അഷ്ഫാഖ് സാറിന് ഞാൻ അപ്പോൾ എറേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം. സാറ് രാത്രിയാണെങ്കിലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഓഫ്ലൈനേക്കാളും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ ഓഫ്ലൈനേക്കാളും ഓൺലൈൻ ആണ് നല്ലതെന്ന്. ഇടയ്ക്ക് 2-3 തവണ ഒരു സാറിന്റെ പേര് പറഞ്ഞു, അഷ്ഫാഖ് സാർ. സാറാണ് ഫുൾ ഇത് ഇത്ര സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് സാറിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, പ്രൊജക്റ്റൊക്കെ ഒത്തിരി എറേഴ്സ് ഒക്കെ വരുമ്പോൾ സാറ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. MCOM കഴിഞ്ഞു ഡയറക്റ്റ് വന്നാലല്ലോ, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബേബി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഈ പഠിത്തം എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകണം, ടൈം ഭയങ്കര ഇഷ്യൂ ആണ്. ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി റെക്കോർഡിങ്സ് ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഒന്നും തോന്നിയിട്ടില്ല. കമ്മ്യൂണിക്കേഷനും ഇൻ്റർവ്യൂ സെക്ഷനൊക്കെ എൻട്രിയിൽ വേറെ ഒരു കോഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. 2-3 ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മാനേജ് ചെയ്യുക, അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നൊരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു ദീപക് സാറ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് 3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. 1-2 കമ്പനിയിൽ സെക്കൻഡ് ലെവൽ വരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പോകാൻ പറ്റാതിരുന്നു. അതെ. ഓൾമോസ്റ്റ് 3 മാസമായിരുന്നു നമ്മുടെ കോഴ്സ് അല്ലേ? ഈ 3 മാസം കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കണ്ടന്റ് ഡെലിവറി, അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആയി? കാരണം കുറേ അധികം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ദിവസം എത്ര സമയം കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ലൈവ് ക്ലാസ് ഇല്ലാത്ത ടൈമാണെങ്കിൽ ഒരു 2 hours ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതിയാവും. ലൈവ് ക്ലാസ് ഉള്ള ദിവസം ആ വർക്ക്ഷോപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എക്സാം ഓൺലൈൻ ആയിരുന്നു. അതിന് മുന്നേ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പ്രൊജക്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പഠിച്ചതെല്ലാം ഒന്നും കൂടി ഒന്ന് ചെയ്ത്. എന്താണ് പ്രൊജക്റ്റ്? ഒന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. കാരണം കുറച്ചധികം പേര് നമ്മുടെ എൻട്രിയുടെ SAPയിലെ പ്രൊജക്റ്റിനെ പറ്റി ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പോൾ ഡെയിലി ക്ലാസ് ആകുമ്പോൾ ടാപ്പിൻ്റെ ഓരോ കാര്യങ്ങളും ഡെയിലി ഇങ്ങനെ ചെയ്ത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ബാക്കിലുള്ള കാര്യങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തുടങ്ങി എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ആയിരുന്നു. തുടക്കം മുതൽ എന്താണോ പഠിച്ചത് അതെല്ലാം ആ പ്രൊജക്റ്റിൽ. അതെ അതെ. എൻട്രി തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെത്തേഡാണ് ഈ പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. കാരണം 3 മാസം കഴിയുമ്പോൾ ആദ്യം ചെയ്ത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. എക്സാമിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. കുറച്ചധികം പേർ നമ്മുടെ എൻട്രിയുടെ ഓൺഗോയിങ് ബാച്ചിൽ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. അവരോട് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഒരു ഗ്ലോബൽ വാല്യൂ ഉള്ള SAP പോലുള്ള സർട്ടിഫിക്കേഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അതിനൊരു മുൻഗണന കിട്ടും. ഈ കോഴ്സ് പഠിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ക്ലാസ് കിട്ടുന്നതുകൊണ്ട് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു.